മനുഷ്യ ജീവിതത്തിലെ നിലനിൽപ്പിനാവശ്യമായ ശക്തി മനുഷ്യനാവശ്യമാണ്. പ്രധാനപ്പെട്ട രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ബാഹ്യമായ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യാവസ്ഥ. രണ്ട് ആന്തരികമായ ശക്തി, അത് നമ്മുടെ ആത്മാവിൻ്റെ ശക്തി, പവർ, സ്പിരിച്വൽ പവർ എന്നൊക്കെ നമുക്ക് പറയാം. ഈ രണ്ട് ശക്തികൾ ഉണ്ടെങ്കിൽ മനുഷ്യജീവിതം പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് വിജയിച്ചു പോകാനായിട്ട് സാധിക്കും. ബാഹ്യമായ ശക്തി എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതിയാണ്, രണ്ട് നമ്മുടെ സൗന്ദര്യം. ഈ രണ്ട് കാര്യങ്ങൾ ശോഷിച്ചു പോവുക, വീക്കായി പോവുക, അല്ലെങ്കിൽ ഇത് ചോർന്നു പോവുക, ക്ഷയിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കും. അതുപോലെ തന്നെയാണ്, അതിനെക്കാട്ടിലും ശക്തമാണ് നമ്മുടെ ആന്തരിക ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ അകത്തെ ശക്തി, നമ്മുടെ ആത്മാവിൻ്റെ പവർ, ശക്തി ചോർന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളിൽ നമ്മൾ പരാജയപ്പെടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്താ അതിൻ്റെ കാരണം? എങ്ങനെ നമുക്കിതിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും? ഈ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഡോക്ടർ സൂയിസൈഡ് ചെയ്തതായിട്ട് നമ്മൾ വാർത്ത കേട്ടു. ഒരു സഹോദരി 2 മക്കൾ ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത് നമ്മൾ കേട്ടു. ഇതൊക്കെ ഇപ്പോഴാണ് സംഭവിക്കുന്നത്. കൂടുതലും ഒരു 40 വർഷം മുമ്പ് എത്ര പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യനും ആത്മഹത്യകൾ ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ആ സഹോദരിയുടെ കാര്യം നമുക്കെടുക്കാം. ഷൈനി എന്നാ പേര്. ചെറുപ്പത്തിലെ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്ന ഒത്തിരി വിധവകളായ സഹോദരിമാർ 2, 3, 4 മക്കളെ വളർത്തി വലുതാക്കി അവരെയൊക്കെ നല്ല നിലയിലാക്കി ഒക്കെ അമ്മമാരെ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ആ സഹോദരിയെ കുറ്റം പറയല്ല. അവരുടെ ആത്മഹത്യയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ആത്മഹത്യയിൽ നിന്ന് ഒഴിവാക്കാവുന്ന വിഷയങ്ങളെ മനുഷ്യകുലത്തിൽ ഉള്ളൂ. കാരണം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ദൈവം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാർ, സ്കൂളിൽ മാർക്ക് കുറഞ്ഞ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് മദ്യപാനത്തിന് അടിമകളായി ജീവിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം നിരാശയിലും സങ്കടത്തിലും ദുഃഖത്തിലും പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പുറത്തെ ശക്തിയും അകത്തെ ശക്തിയും ക്ഷയിച്ചു പോവുക, ചോർന്നു പോവുക, ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. എന്താ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാപം എന്ന അവസ്ഥയാണ്. പാപത്തിലൂടെ കയറി വരുന്ന ശാപമാണ്. ഇത് രണ്ടുമാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ബാഹ്യമായും ആന്തരികമായും മനുഷ്യനെ തകർത്ത് കളയുന്നത്. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര എക്സസൈസ് വ്യക്തിയാണെങ്കിലും, എത്ര പവറുള്ള ആന്തരിക ആത്മശക്തിയുള്ള വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിലും തകർന്നു പോകുന്നതിൻ്റെ കാരണം പാപം, ശാപമാണ്. കോഫി ഡേ എന്നൊരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ, കോടിക്കണക്കിന് ടേണോവറുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് ന്യൂസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, പ്രശസ്തർ, പണമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഈ ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ തോറ്റു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അകത്തെ ശക്തി ചോർന്നു പോവുക. അങ്ങനെ നിത്യനിരാശയ്ക്ക് അടിമപ്പെട്ടവരായി മരണം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനവധി ന്യൂസുകൾ നമ്മൾ വായിക്കാറും കേൾക്കാറുമുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമുണ്ടോ? ഈ പാപം വന്നു കയറുന്നതും പാപത്തിലൂടെ വന്ന ശാപത്തിനും പരിഹാരമുണ്ടോ? പാപം നമുക്കറിയാം. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പാപത്തിൻ്റെ നിർവചനം ഒന്ന് പറയുന്നു, പാപം അധർമ്മമാവുന്നു. ധർമ്മം വിട്ട് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പാപമാകുന്നു. 2, പാപം അനീതിയാവുന്നു. നീതി അല്ലാതെ അനീതി പ്രവർത്തിക്കുന്നതെല്ലാം പാപമായി തീരുന്നു. അപ്പോൾ പാപം എന്ന് പറയുന്നത് അധർമ്മവും അനീതിയാണ്. അപ്പോൾ പാപം നമ്മൾ സ്വയമേ ചെയ്യുന്ന പാപമുണ്ട്, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പാപമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും
പാപത്തിൻ്റെ ഫലം ശാപമായിട്ട് മാറാം. അപ്പോൾ ഇതിന് പരിഹാരം തന്നെ വിശുദ്ധ ബൈബിളിൽ ദൈവം പറയുന്നുണ്ട്. പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവം അവിടെ പറയുന്നു, എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കാതെ എൻ്റെ കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശാപം ഉണ്ടാവും. ആവർത്തനം 28-ാം അധ്യായം മുഴുവൻ അതേക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇന്ന് പുതിയ നിയമ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പാപത്തിനും ശാപത്തിനും പരിഹാരം ഒരാൾ ചെയ്തു കഴിഞ്ഞു. അത് വിശുദ്ധ ബൈബിളിലുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരിക ശക്തി, ആത്മവിശ്വാസം, അകത്തെ മനുഷ്യന് പവറില്ലാത്ത അവസ്ഥ, ഇതിനെ രണ്ടിനെ നമുക്ക് പരിഹരിക്കുവാനുള്ള വഴി മാർഗം വിശുദ്ധ ബൈബിളിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ വിഷയങ്ങളെ നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. അതെങ്ങനെ സംഭവിക്കും? പാപത്തിന് എന്താണ് പരിഹാരം? പാപത്തിന് പരിഹാരം വിശുദ്ധ ബൈബിളിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതായത് ഞാനിപ്പോൾ ഒരു പാപിയാണെങ്കിൽ ഈ പാപത്തിൽ ഞാൻ രക്ഷപ്പെടുവാനായിട്ട് എൻ്റെ പാപം എൻ്റെ പാപം ഏറ്റെടുത്ത ഒരാളുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് പോയി പറയുക, എൻ്റെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണം എൻ്റെ പാപമാണ്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപം ഏറ്റെടുക്കണം. 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വന്തം ജീവൻ ബലി അർപ്പിച്ചു. അതാണ് ഏക പരിഹാരം. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് പോയി പറയുക, യേശുവിനോട് പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റെന്താണ്, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. അതിലൂടെ പറയുമ്പോൾ നമുക്ക് അനുതാപത്തോട് പറയണം, ഹൃദയം നുറുക്കത്തോട് പറയണം. എൻ്റെ തകർച്ചകൾക്കെല്ലാം കാരണം, ഞാൻ വീക്കായതിന് കാരണം, എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയി, എൻ്റെ ശക്തി ചോർന്നു പോയി, എൻ്റെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് ആത്മാവിൻ്റെ ശക്തിയില്ല, ആന്തരിക ശക്തിയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുന്നു, മരിക്കണമെന്നുള്ള ചിന്ത വരുന്നു, പല ഭ്രാന്തിൻ്റെ അവസ്ഥകൾ എനിക്ക് വരുന്നു, എനിക്ക് പിടിച്ചു നിൽക്കാൻ ശക്തിയില്ല. ദൈവമേ കർത്താവേ, എൻ്റെ പാപങ്ങൾ ഇതാണ്, ഞാൻ ചെയ്തു പോയ പാപം ഇതാണ്. ഉള്ളം നുറങ്ങി കണ്ണുനീരോട് പ്രാർത്ഥിച്ച പാപത്തിന് പരിഹാരമായി. ഇനി പാപം മൂലം വന്ന ശാപങ്ങളുണ്ട്. ശാപത്തിന് എന്താ പരിഹാരം? ശാപത്തിനും പരിഹാരം വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ യേശുക്രിസ്തു മരത്തിന്മേലാണ് തൂങ്ങി, അല്ലെങ്കിൽ മരത്തിന്മേലാണ് ശാപത്തിന് പരിഹാരമായി ബലി അർപ്പിച്ചത്. യേശുവിൻ്റെ അടുത്ത് നമ്മൾ പോവുക, യേശുവിനോട് പറയുക, യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി യേശുവിനോട് പറയുക, കർത്താവ്, എൻ്റെ ജീവിതം മുഴുവൻ ശാപം നിറഞ്ഞ ജീവിതമാണ്. ഒരുപക്ഷെ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചതിലൂടെ എനിക്ക് വന്ന ശാപമായിരിക്കാം. ആ ശാപം അങ്ങ് ഏറ്റെടുക്കണമേ. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് പോകുക എന്ന് പറയുമ്പോൾ യേശുവിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട്, അല്ലെ യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, യേശു കടന്നു വരുന്നൊരു കൂട്ടായ്മയിൽ, ഒരു പള്ളിയിൽ നമുക്ക് മുട്ടുകുത്തി കണ്ണുനീരോട് ഉള്ളം നുറങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാപത്തിൽ നിന്ന് മോചനം കിട്ടും. ശാപത്തിൽ നിന്ന് മോചനം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അകത്തെ മനുഷ്യൻ ശക്തനായി മാറുന്നു. നിസ്സാര വിഷയങ്ങൾ വന്നാലും വലിയ വിഷയങ്ങൾ വന്നാലും നമ്മളെ ഡൗൺ ആക്കാൻ, തകർത്ത് കളയാനായിട്ട് കഴിയത്തില്ല. എനിക്കറിയാവുന്ന അനേകരുണ്ട്, നല്ല സാമ്പത്തിക ചുറ്റുപാട് ജനിച്ചു വളർന്ന് നല്ല പേരും പ്രശസ്തിയുള്ളവർ 50 വയസ്സിന് മുമ്പേ ശരീരം ക്ഷീണിച്ചും മെലിഞ്ഞുണങ്ങി ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ച ആൾക്കാരെ എനിക്കറിയാം. അതെല്ലാം പാപത്തിൻ്റെ ഫലമായ ശാപത്തിലൂടെ വന്ന തകർച്ചയാണ്. അപ്പോൾ മനുഷ്യജീവിതത്തിൽ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ 2 കാര്യങ്ങളെ, ഈ പാപത്തെ ശാപത്തെയും നമ്മളിൽ നിന്ന് എടുക്കുവാനായിട്ട്, ഏറ്റെടുത്ത് നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് കർത്താവായ യേശു നമ്മളെ നോക്കി നിൽക്കുന്നു. യേശു നമ്മളെ വിളിക്കുന്നു. നമ്മൾ ധൈര്യമായിട്ട് കർത്താവായ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുക. കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക്,
കർത്താവായിരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മുഴങ്കാലം മടക്കി ഞാനൊരു പാപിയാണ്, പാപത്തിൻ്റെ ഫലമായി ശാപം എനിക്കുണ്ട്, മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫലമായി ശാപം മൂലം ഞാൻ കിടന്നരയിക്കുന്നു, എനിക്ക് ഉയർച്ച വരുന്നില്ല, എൻ്റെ അകത്തെ മനുഷ്യന് ശക്തനല്ല, ഞാൻ ആകെപ്പാടെ തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, പൊട്ടിത്തെറിക്കുന്നു, മരിക്കണമെന്നുള്ള ചിന്ത, മദ്യപിക്കണമെന്നുള്ള ചിന്ത, നാട് വിട്ടുപോകണമെന്നുള്ള ചിന്ത, ഭ്രാന്ത് പിടിക്കുന്ന പോലെ ചിന്തകൾ, ഇതൊക്കെ എനിക്ക് കടന്നു വരുന്നുണ്ട്. ഇതിൽ എനിക്കൊരു മോചനം തരണേ യേശുവേ, എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും യേശുക്രിസ്തു വിടുവിക്കും. യേശുക്രിസ്തു നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശക്തിയില്ലായ്മ അല്ല ക്ഷീണിപ്പിക്കുന്ന പാപത്തിൻ്റെ ശാപത്തിൻ്റെ ഫലമായ നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ യേശു എടുത്തു മാറ്റും. അങ്ങനെ ധൈര്യത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. കടന്നു വരിക, യേശു നമ്മളെ വിടുവിക്കും. ആമേൻ.